മിശേൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, ഒരു ക്രിസ്ത്യാനിൻ്റെ ജീവിതത്തിൽ രണ്ട് കാര്യം എന്നേക്കും നിലനിൽക്കും. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ സങ്കടത്തിൻ്റെയും ഒരുപക്ഷെ ഒരുപാട് കഷ്ടപ്പാട് നേരിടേണ്ട ഒരു സമയമായിരിക്കും. പ്രത്യേകിച്ച് നമ്മളെല്ലാം ഈ നൊയമ്പ് കാലത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ പ്രാർത്ഥിക്കാനും ദൈവത്തോടൊപ്പം ആയിരിക്കാനും ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു സമയമാണ്. പക്ഷേ ഈ ഒരു സമയമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം സങ്കടത്തിലും കഷ്ടപ്പാടും രോഗങ്ങളും കടന്നു വരുന്നത്. നമ്മൾ പ്രാർത്ഥിക്കണം എന്ന നിമിഷം ആയിരിക്കും എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാകുന്നത്. സാധാരണ നമ്മൾ കണ്ടിട്ടുണ്ട്, വീട്ടിലെല്ലാം 8 മണിക്ക് പ്രാർത്ഥന വയ്ക്കുമ്പോൾ ആ സമയത്തായിരിക്കും നമ്മുടെ വീട്ടിലൊരു അതിഥി കടന്നു വരുന്നത്. അന്നത്തെ പ്രാർത്ഥന അതോടെ തീർന്നു. അപ്പോൾ ദൈവത്തോട് ചേർന്ന് നിൽക്കാനും ദൈവനാമത്തിൽ സ്തുതിച്ച് ജീവിക്കാനും ഒരിക്കലും സത്യമല്ലാത്ത ശക്തികൾ അല്ലെങ്കിൽ അന്ധകാര ശക്തികൾ നമ്മളെ സഹായിക്കത്തില്ല. നന്മ ജയിച്ചാൽ തിന്മയ്ക്ക് സ്ഥാനമില്ല എന്ന് മനസ്സിലാക്കുന്നത് പോലെ തന്നെ പ്രകാശം കടന്നു വന്നാൽ അന്ധകാരത്തിന് സ്ഥാനമില്ല. ദൈവത്തിൻ്റെ പുത്രനാണെങ്കിൽ അവൻ്റെ ഉള്ളിൽ അശുദ്ധിയും കുറവും ഉണ്ടാവാൻ പാടില്ല എന്ന നിലയിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്നത്തെ സുവിശേഷ ഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 9 മുതൽ 13 വരെ തിരുവചനങ്ങളാണ്. ഈ വചനത്തിൽ എനിക്ക് 2 കാര്യങ്ങളാണ് കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ള വിശ്വാസികളെ ഓർമ്മപ്പെടുത്താനുള്ളത്. ഒന്ന്, നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടപ്പാടും സങ്കടങ്ങളും ദുഃഖങ്ങളും ഭാരങ്ങളും കടന്നു വരും. പക്ഷേ നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങൾ ഒരിക്കലും ഇതിൽ നിന്ന് മാറി ചിന്തിക്കാനോ ഇതിൽ നിന്ന് മാറിപ്പോകേണ്ട ആവശ്യമില്ല. ദൈവം നിങ്ങളെ ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ഹൃദയത്തിലാണ്. പരിശുദ്ധാത്മാവ് കൃത്യസമയത്ത് നിങ്ങൾക്ക് എന്താണ് പറയേണ്ടത്, എവിടെ വെച്ച് എന്ത് സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണം, പരിശുദ്ധാത്മാവ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നൽകും. പൂർണ്ണമായ പരിശുദ്ധാത്മാവിൽ നമ്മളെ തന്നെ സമർപ്പിക്കണം. ആ സമർപ്പണത്തിനുള്ള സമയമാണ് വിശുദ്ധ കുർബാന. ആ സമർപ്പണത്തിൻ്റെ സമയമാണ് ഞാനും എൻ്റെ കർത്താവായ യേശുമിശിഹായിട്ടുള്ള ബന്ധം. അതെവിടെ വെച്ചാൽ നടക്കുന്നേ? കർത്താവായ യേശുമിശിഹ പ്രാർത്ഥിക്കാൻ പോയതുപോലെ ഞാനും പ്രാർത്ഥിക്കാൻ പോകണം. എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. കർത്താവായ യേശുമിശിഹ കടന്നു വന്നത് ഈ ലോകത്തെ അനുഗ്രഹത്തിലേക്കും ശക്തിയിലേക്കും ചേർത്ത് വയ്ക്കാൻ വേണ്ടിയാണെന്നുള്ളൊരു വിശ്വാസവും ബോധ്യം എനിക്കുണ്ടാവണം. ആ വിശ്വാസം ബോധ്യം എന്നിലേക്ക് കടന്നു വന്നാൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. പ്രിയമുള്ളവരെ, തടസ്സങ്ങളും ബുദ്ധിമുട്ടിലും എല്ലാം കടന്നു വരുമ്പോൾ ഒരു കാര്യം നിങ്ങളുടെ ഹൃദയത്തിൽ ഓർത്ത് വയ്ക്കുക. കർത്താവായ യേശുമിശിഹ നമ്മളെ വിശുദ്ധ മർക്കോസിന് സുവിശേഷം 13-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഓർമ്മപ്പെടുത്തേണ്ട ഒരു കാര്യമുണ്ട്. എൻ്റെ നാമത്തെ പ്രതി നിങ്ങളെല്ലാവരും ദ്വേഷിക്കും, അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവനാണ് രക്ഷ പ്രാപിക്കും. കർത്താവായ യേശുമിശിഹയ്ക്ക് വേണമെങ്കിൽ ഓരോ അടി കിട്ടിയപ്പോഴും മതി നിർത്തുക പറയായിരുന്നു. പിതാവിൻ്റെ ഇഷ്ടം എന്താണെന്ന് ഈ ഒരു സഹനം കർത്താവ് കടന്നുപോയി. എന്ത് സംഭവിച്ചു? അവസാനം വരെ, അവസാന തുള്ളി രക്തം വരെ കൊടുത്ത ശേഷം മരിച്ചു. എന്നിട്ടും പറഞ്ഞതാണല്ലോ, ഇത്ര അധികം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത്. ഇത്ര അധികം, ഒരു കണക്കില്ല, അത്ര അധികം. ദൈവത്തിൻ്റെ സ്നേഹത്തിന് ലിമിറ്റില്ല, അത്രത്തോളം സ്നേഹിച്ചു. എന്നിട്ടാണ് കുരിശുമരണം സ്വീകരിച്ചത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈശോയിലേക്ക് ചേർക്കപ്പെടണം, ഈശോ ആയി മുമ്പോട്ട് പോകണം. ഈശോയുടെ നാമത്തിൽ എല്ലാം അനുഗ്രഹമായി തീരും എന്നൊരു വിശ്വാസത്താൽ നമ്മളെ തന്നെ സമർപ്പിക്കണം. ഈ നോയമ്പ് സഹനത്തിൻ്റെ നോയമ്പാണെങ്കിലും അത് അനുഗ്രഹമായി തീരും. നമുക്കറിയാം, ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമുക്ക് നോയമ്പിൽ ഏറ്റെടുക്കാൻ പറ്റാത്തത്. ഒരു നേരത്തെ ഭക്ഷണം ത്യജിക്കാൻ ആവശ്യപ്പെട്ടാൽ സാധിക്കത്തില്ല. ഒരു ദിവസം എന്തെങ്കിലും പാപമില്ലാതെ ജീവിക്കാൻ പറഞ്ഞാൽ നമ്മൾ അറിയാതെ തന്നെ പാപത്തിൽ വീഴുന്നു. പക്ഷേ സ്നേഹിതനായ യേശു നമ്മളെ ചേർത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ആ യേശുവിൻ്റെ മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നോയമ്പ് അനുഗ്രഹത്തിന് നോയമ്പായി തീരാൻ വേണ്ടി സർവശക്തനായ ദൈവത്തോട് അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും. ആമേൻ.